വ്യാജ സർട്ടിഫിക്കറ്റ് നേടാൻ ശ്രമിക്കുന്നതും മനസ്സിലാക്കാം. എന്നാൽ കുട്ടികളെ വഴി നടത്തേണ്ട സർവകലാശാലയുടെ രജിസ്ട്രാർ തന്നെ തട്ടിപ്പ് കാട്ടിയാലോ? വിവിധ ഫണ്ടിംഗ് ഏജൻസികളിൽ നിന്ന് പണം തട്ടാൻ കേരള സർവകലാശാല രജിസ്ട്രാർ KA ഹാഷിം നൽകിയത് വ്യാജ ബയോഡാറ്റയാണെന്ന് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് നിന്ന് ബിജു നെയ്യാറാണ്. 2008-ലും 2009-ലുമായി വിവിധ ഏജൻസികളിൽ നിന്ന് ഗവേഷണത്തിന് ഫണ്ട് തരപ്പെടുത്താനാണ് കേരള സർവകലാശാല രജിസ്ട്രാർ KA ഹാഷിം വ്യാജ ബയോഡാറ്റ തയ്യാറാക്കിയത്. 2008-ലെ ബയോഡാറ്റയിൽ പറയുന്ന 9 ഗവേഷണ പ്രബന്ധങ്ങളിൽ 5 എണ്ണവും പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് ബന്ധപ്പെട്ട ജേണലിന്റെ എഡിറ്റർ തന്നെ വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകി. 2009-ലെ ബയോഡാറ്റയിൽ പറയുന്ന പ്രബന്ധങ്ങളിൽ ചിലത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മറ്റൊരാളുടെ പേരിലും. കേരള സർവകലാശാലയുടെ ഭരണപരമായ ചുമതലകൾ നിറവേറ്റേണ്ട രജിസ്ട്രാർ തന്നെ ഇക്കാര്യത്തിൽ കള്ളം കാണിച്ചാൽ ആര് പരിശോധിക്കുമെന്ന ചോദ്യത്തിന് സർവകലാശാല അധികൃതർക്ക് മിണ്ടാട്ടമില്ല. എന്നാൽ സർവകലാശാലയ്ക്ക് കീഴിലെ ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ ഇതിനെതിരെ രംഗത്തുണ്ട്. മൊത്തത്തിൽ നമ്മൾ ആ ബയോഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ സെമിനാറുകൾ അറ്റൻഡ് ചെയ്തിടത്തായാലും പബ്ലിക്കേഷന്റെ കാര്യത്തിലായാലും കോൺഫറൻസുകളുടെ കാര്യത്തിലായാലും സംശയകരമായിട്ടുള്ള ഒരുപാട് വസ്തുതകളുണ്ട്. ഗവേഷണ പ്രബന്ധങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ബയോഡാറ്റയിൽ പറയുന്ന സെമിനാറുകളിലും പ്രധാന പ്രോജക്ടുകളിലും പങ്കാളിയായിട്ടുണ്ടെന്ന രജിസ്ട്രാറുടെ അവകാശവാദത്തിനും തെളിവില്ല. PhD സിനോപ്സിസ് സമർപ്പിച്ചു എന്ന് പറയുന്നതും കള്ളമാണെന്ന് ഗൈഡ് ഡോക്ടർ പത്മകുമാർ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാത്തിലുമുപരിയായി 2009-ലെ ബയോഡാറ്റയിൽ ഒരു ജേണലിൽ പ്രസിദ്ധീകരിച്ചുവെന്ന് അവകാശപ്പെടുന്ന അതേ പ്രബന്ധം ഉപയോഗിച്ച് പിന്നീട് ലണ്ടനിൽ പോയി സെമിനാറിൽ പങ്കെടുത്തു എന്ന പേരിൽ സർവകലാശാലയിൽ നിന്നു തന്നെ പണം തട്ടാൻ ശ്രമിച്ചതും മുമ്പ് വിവാദമായിട്ടുണ്ട്. വ്യാജ ബയോഡാറ്റ നൽകിയ രജിസ്ട്രാർക്കെതിരെയുള്ള തങ്ങളുടെ എതിർപ്പ് ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ സെനറ്റിൽ രേഖപ്പെടുത്തിയെങ്കിലും വിളനിലം സമരം തെരുവിലെത്തിച്ച SFI ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷേപം. വേലി തന്നെ വിളവ് തിന്നുന്നത് ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇത്തരക്കാർ സ്വയം തകരുക മാത്രമല്ല, ഒരു തലമുറയെ തന്നെ തകർക്കുകയും ചെയ്യുന്നു. വിളനിലത്തിനെതിരെ വീരശൂര പരാക്രമങ്ങൾ അഴിച്ചുവിട്ട SFI ഇക്കാര്യം അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അമ്മയും മാക്ടയുമെല്ലാം ഒളിച്ചു കളിക്കുന്ന സിനിമാ ലോകത്ത് ആരും കേൾക്കാതെ പോകുന്ന ഒരു നിലവിളിയാണ് കോഴിക്കോട് നിന്ന് സുജയ പാർവതി ഓർമ്മിപ്പിക്കുന്നത്. ഒരു കാലത്ത് വെള്ളിത്തിരയ്ക്ക് പ്രിയങ്കരിയായിരുന്ന കോഴിക്കോട് ശാന്താദേവി. തലചായ്ക്കാൻ ഇടമില്ലാതെ സങ്കടപ്പെടുന്ന ഈ നടി നമുക്ക് മുന്നിൽ മനസ്സ് തുറക്കുന്നു. കോഴിക്കോട് നല്ലളത്തെ വീട്ടിൽ ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട കോഴിക്കോട് ശാന്താദേവിയെ ഇക്കഴിഞ്ഞ 10-നാണ് മിംസ് ആശുപത്രിയിൽ പ്രമേഹം മൂർച്ഛിച്ചതിനെ തുടർന്ന് നാട്ടുകാരിടപെട്ട് പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ നിന്നും വെള്ളിമാട് കുന്നിലെ അഗതി മന്ദിരത്തിലേക്ക്. അവിടെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞു വന്നിരുന്ന ശാന്താദേവിക്ക് തന്നെ കാണാനെത്തുന്നവരോട് പറയാനുള്ള വിഷമവും പരാതിയും ഒന്നുമാത്രം. മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് അഭിനയത്തിന്റെ കലർപ്പില്ലാതെ അവർ അത് പറയുന്നത് ഇങ്ങനെ: ഇവിടെ അങ്ങനെ എന്നൊന്നും നിൽക്കേണ്ട സിറ്റുവേഷൻ അല്ല എന്റേത്. 60-70 കൊല്ലമായിട്ടുള്ളൊരു നടിയാണ് ഞാൻ. അപ്പൊ എനിക്കിപ്പോ തന്നെ എന്റെ വീട്ടില് നമ്മളെ കലാപരമായ സിനിമക്കാരെ രംഗത്തിന്റെ പല കത്തുകളും പല ആളുകളും വീട്ടിൽ വന്നിരിക്കുകയാണ്. താലൂക്ക് ഇവിടെ ആവുകൊണ്ട് അവരിങ്ങോട്ട് വരാത്തതാണ്. അപ്പൊ അത് കാരണം എന്റെ ജീവിതത്തിൽ പൈസ കിട്ടുന്നതും എന്റെ ജീവിതമാണ് പോണത്. അന്തരിച്ച പ്രശസ്ത ഗായകൻ കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ ഭാര്യയ്ക്ക് കലാകാരിയായി തന്നെ ജീവിച്ചു മരിക്കണം. അതിന് ഒരു വീട് വേണം. സ്വന്തമായി ഒരു വീട്, ആരും ആട്ടിയിറക്കാത്ത ഒരു വീട്, സിനിമാ പ്രവർത്തകരുടെ കത്തുകളോ സന്ദർശനങ്ങളോ കൂട്ടാവുന്ന ഒരു കൊച്ചുകൂട്. വയസ്സായി മരിക്കുന്നത് വരെ എനിക്ക് താമസിക്കാൻ ഒരു ചെറിയ വീട്, അത് ബംഗ്ലാവൊന്നും ആവണ്ട, ഒരു മുറിയാകും, ഒരു അടുക്കളയുള്ള അതിന്റെ ഒരു ചെറിയ വീട് എനിക്ക് വഴിയാക്കി തരണം. ഈറനുടുത്തു കൊണ്ടമ്പരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ, കണ്ണീരിൽ മുങ്ങിയൊരൻ കൊച്ചുകിനാവുകൾ എന്തിന് ശ്രീകോവിൽ ചുറ്റിടുന്നു വൃഥാ, എന്തിനു ദേവനെ കൈ തൊഴുന്നു. കൊട്ടിയടച്ചൊരി കോവിലിൻ മുന്നിൽ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടു നിന്നാലും, കൊട്ടിയടച്ചൊരി കോവിലിൻ മുന്നിൽ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടു നിന്നാലും, വാടാത്ത പ്രതീക്ഷതൻ വാസന്തി പൂമാല വാങ്ങുവാൻ ആരാരും വന്നില്ലല്ലോ.
ഈറനോടുത്തു കൊണ്ടമ്പരം ചുറ്റുന്ന കോടികൾ കിലുങ്ങുന്ന സിനിമാ ലോകത്തിന് ശാന്താദേവിക്ക് ഒരു വീടുണ്ടാക്കി നൽകാൻ പ്രയാസമൊന്നുമില്ല. അത്രയൊന്നും പകിട്ടും പത്രാസുമില്ലാത്ത കാലത്തിന്റെ പ്രതിനിധിയായ ഈ അമ്മയെ നമുക്കും കൈവിടാനാവില്ല. വെള്ളിത്തിരയുടെ മായിക വിസ്മയങ്ങൾക്കിടയിൽ മണ്ണിലേക്ക് നോക്കാൻ നമ്മുടെ താരങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ എന്ന പ്രതീക്ഷയോടെ ന്യൂസ് വാച്ചിന്റെ ഈ ലക്കം പൂർത്തിയാക്കുന്നു. വാർത്തയുടെ സവിശേഷ കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.